പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ വീണ്ടും സമാനതകളില്ലാത്ത ഒരു ഭീതിയുടെയും അനിശ്ചിതത്വത്തിന്റെയും നിഴലിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുകയാണ്. പരമ്പരാഗത പോരാട്ട മേഖലകളിൽ നിന്നും മാറി മിസൈലുകളും ഡ്രോണുകളും ഇപ്പോൾ കുവൈറ്റിലും ജോർദാനിലും ഈജിപ്ഷ്യൻ തീരങ്ങളിലും വരെ കരിനിഴൽ വീഴ്ത്തുന്നു. അമേരിക്ക ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നടത്തിയ അതിശക്തമായ സൈനിക നടപടികൾക്ക് പിന്നാലെ മേഖലയിലെ US സഖ്യരാജ്യങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രത്യാക്രമണം കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യൻ സുരക്ഷ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. ഈ പുതിയ സൈനിക നീക്കങ്ങൾ പ്രാദേശികമായ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റി എഴുതുക മാത്രമല്ല, ആഗോള വാണിജ്യ പാതകളെയും ഊർജ്ജ വിതരണ ശൃംഖലകളെയും ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. വടക്കൻ കുവൈറ്റിൽ അരങ്ങേറിയ മിസൈൽ ആക്രമണം ഗൾഫ് മേഖലയിലാകെ കനത്ത ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സമാധാനപരമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചൈനീസ് നിർമ്മാണ കമ്പനിയുടെ കെട്ടിടത്തിന് മുകളിലാണ് ഇറാനിയൻ മിസൈൽ പതിച്ചത്. ഈ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെടുകയും കെട്ടിടത്തിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അമേരിക്കയെ നേരിട്ടോ പരോക്ഷമായോ സൈനികമായി സഹായിക്കുന്ന ഏത് രാജ്യത്തെയും തങ്ങളുടെ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുമെന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ തുറന്ന മുന്നറിയിപ്പിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവം നടന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കേവലം സൈനിക താവളങ്ങളെ മാത്രമല്ല, സാധാരണ ജനവാസ കേന്ദ്രങ്ങളെയും വിദേശ നിക്ഷേപ അധിഷ്ഠിത സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ കുവൈറ്റിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണെന്ന് അയൽ രാജ്യങ്ങൾ വിലയിരുത്തുന്നു. കര അതിർത്തികളിൽ മാത്രമല്ല, തന്ത്രപ്രധാനമായ ആഗോള സമുദ്രപാതകളിലും പോരാട്ടം അതിരൂക്ഷമായി കഴിഞ്ഞു. ജോർദാനിലെ അസ്റഖ് സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പോരാട്ടത്തിന്റെ വ്യാപ്തി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ അതിർത്തിയായ ഈജിപ്തിലേക്കും വ്യാപിച്ചു. ഈജിപ്തിലെ ദമൈത്ത തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന US വാതക സംഭരണ കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം മേഖലയിലെ യുദ്ധചരിത്രത്തിലെ പുതിയൊരു ഘട്ടമാണ്. ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് ഈജിപ്ത് ഇത്തരമൊരു സൈനിക നീക്കത്തിന് ഇരയാകുന്നത്. ദമൈത്തയിൽ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടെങ്കിലും ഈജിപ്ത് സംഭവത്തിൽ ഇതുവരെ ആരെയും ഔദ്യോഗികമായി കുറ്റപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയും തുടർച്ചയായ ഡ്രോൺ മിസൈൽ നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലോക ആഗോള എണ്ണ വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെടുകയും വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ഹോർമൂസിന്റെ സംരക്ഷിതമായ നിയന്ത്രണം സംബന്ധിച്ച് ഒമാനുമായി ഇറാൻ ചർച്ചകൾ നടത്തുന്നതിനിടയിൽ ഖത്തർ എനർജിയുടെ 2 പ്രകൃതിവാതക ടാങ്കറുകൾ സുരക്ഷിതമായി കടലെടുക്ക് കടന്നുപോയത് ആഗോള ഊർജ്ജ മേഖലയ്ക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഈ മാസം പകുതിക്ക് ശേഷം ആദ്യമായാണ് പ്രകൃതിവാതകവുമായി ഒരു കപ്പൽ ഹോർമൂസ് വിജയകരമായി മറികടക്കുന്നത്. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ശത്രുതാപരമായ ആക്രമണങ്ങളെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റൈനും അതിരൂക്ഷമായ ഭാഷയിലാണ് അപലപിച്ചത്. കുവൈറ്റ്, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കടുത്ത ഭീഷണിയാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ രാജ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച UAE അടിയന്തര നയതന്ത്ര ഇടപെടലുകൾക്കും തുടക്കം കുറിച്ചു. UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദിയുമായും ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ബദർ അബ്ദലാത്തിയുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കുവൈറ്റിന് നേരെയുണ്ടായ ആക്രമണത്തെ സ്വന്തം സുരക്ഷയ്ക്ക് നേരെയുണ്ടായ ഭീഷണിയായാണ് ബഹ്റൈൻ കാണുന്നത്. കുവൈറ്റിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കുന്ന എല്ലാ നിയമപരമായ നടപടികൾക്കും മനാമ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയാനും മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്ന ശത്രുതാപരമായ നീക്കങ്ങൾക്കുമെതിരെ ശക്തമായ രാജ്യാന്തര ഇടപെടൽ ഉറപ്പാക്കാനും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുസ്ലിം കൗൺസിൽ ഓഫ് എൻഡേഴ്സും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മേഖലയിലെ ഭീതിജനകമായ സാഹചര്യത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഖത്തറും രംഗത്തെത്തി. ജോർദാനും കുവൈറ്റിനും നേരെയുണ്ടായ ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഖത്തർ ഇത്തരം അനിയന്ത്രിതമായ നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നല്ല അയൽപക്ക ബന്ധങ്ങളുടെയും പരസ്യമായ ലംഘനമാണെന്ന് ദോഹ വ്യക്തമാക്കി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഇത്തരം സൈനിക നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ഖത്തർ കുവൈറ്റിനും ജോർദാനും തങ്ങളുടെ പൂർണ്ണ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചു. മേഖലയിൽ ആളിപ്പടരുന്ന ഈ യുദ്ധാന്തരീക്ഷം ഗൾഫ് നാടുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുടെ ജീവിതത്തിൽ വലിയ ആദ്യമാണ് സൃഷ്ടിക്കുന്നത്. കുവൈറ്റിലും സൗദിയിലും ഈജിപ്തിലുമൊക്കെയായി അരങ്ങേറുന്ന വിനാശകരമായ സൈനിക നീക്കങ്ങൾ തൊഴിൽ സുരക്ഷയെയും ദൈനംദിന ജീവിതത്തെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. വ്യോമപാതകളിലെ അനിശ്ചിതത്വവും അതുപോലെ അന്താരാഷ്ട്ര വാണിജ്യ മേഖലയിൽ ഉണ്ടാകുന്ന മന്ദതയും പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്രകളെയും സാമ്പത്തിക ഭദ്രതയെയും നേരിട്ട് ബാധിക്കുകയാണ്. ഗൾഫ് മണ്ണിലെ സമാധാന അന്തരീക്ഷത്തിന് കോട്ടം തട്ടുമ്പോൾ അത് അവിടെ കഴിയുന്ന സാധാരണക്കാരായ മലയാളി കുടുംബങ്ങളുടെ സുരക്ഷിതത്വത്തിനും പ്രതീക്ഷകൾക്കും മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. പശ്ചിമേഷ്യയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ സംഘർഷാവസ്ഥ കേവലം ചില രാജ്യങ്ങളുടെ മാത്രം അതിർത്തി തർക്കമല്ല. ചെങ്കടലും ഹോർമൂസ് കടലെടുക്കും ഉൾപ്പെടുന്ന സമുദ്രപാതകൾ അനിശ്ചിതത്വത്തിലാക്കുന്നത് അന്താരാഷ്ട്ര വിതരണ ശൃംഖലകളെ തകിടം മറിക്കും.
എണ്ണപ്പാടങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർത്താനും അതുവഴി ലോകമെമ്പാടും കനത്ത സാമ്പത്തിക പണപ്പെരുപ്പത്തിന് കാരണമാകാനും സാധ്യതയേറെയാണ്. വൻ ശക്തിയായ അമേരിക്കയും ഇറാന് കീഴിലുള്ള പ്രതിരോധ സേനകളും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നു. മേഖലയിലെ പ്രാദേശിക സംഘർഷാവസ്ഥയെ തുടർന്ന് UAE-യിൽ നിന്ന് ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്കുള്ള ചില വിമാന സർവീസുകൾ ഇത്തിഹാദും എയർ അറേബ്യയും റദ്ദാക്കിയിരുന്നു. ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികളും UAE-യിലേക്കും സമീപ രാജ്യങ്ങളിലേക്കുമുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും എമിറേറ്റ്സും ഫ്ലൈ ദുബായും നിലവിൽ സാധാരണ നിലയിൽ സർവീസ് തുടരുന്നുണ്ട്. അവസാന നിമിഷ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഔദ്യോഗിക ആപ്പുകളോ വെബ്സൈറ്റുകളോ വഴി സർവീസ് സ്ഥിതി പരിശോധിച്ച് ഉറപ്പുവരുത്താൻ യാത്രക്കാർക്ക് നിർദ്ദേശമുണ്ട്. പശ്ചിമേഷ്യ ഇന്നൊരു അസാധാരണ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അനിയന്ത്രിതമായ സൈനിക നീക്കങ്ങളും പ്രത്യാക്രമണങ്ങളും തുടർന്നാൽ അതൊരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടും സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടും അടിയന്തരമായി യുദ്ധവിരാമത്തിലേക്ക് എത്താൻ ഇരു വിഭാഗങ്ങളും തയ്യാറാകണം. ആഗോള നയതന്ത്ര ശക്തികളും ഐക്യരാഷ്ട്രസഭയും അടിയന്തരമായി ഇടപെട്ട് ചർച്ചകളുടെ പാത തുറന്നില്ലെങ്കിൽ ലോകം നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത വലിയൊരു സാമ്പത്തിക മാനുഷിക ദുരന്തമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.